രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ്. കീഴ്ക്കോടതികളിൽ നിന്ന് കിട്ടുമോ മേൽക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്നും അറിയില്ല. പക്ഷേ ഫെനിയുടെ ഇന്നലത്തെ ഇടപെടൽ കാരണം രാഹുലിന്റെ കേസ് വലിയ രീതിയിൽ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയണം. കാര്യം 2024 പീഡിപ്പിച്ചൊരു വ്യക്തിയെ 2025 അങ്ങോട്ട് ചെന്ന് സ്വകാര്യമായി കാണണം, ഫ്ളാറ്റിൽ പോയി കാണണം, ഡ്രൈവ് എടുക്കണം എന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഫെനി ആ കേസ് മാറ്റിമറിച്ചു. പക്ഷെ ഇപ്പൊ ഫെനിയെ വേട്ടയാടാനാണ്. ഫെനിക്കെതിരെ പോലീസ് എഫ്ഐആറും മറ്റും വിട്ടു. ഫെനിക്കെതിരെയുള്ള എഫ്ഐആർ ഇതാണ്, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. ഇനി എഫ്ഐആർ കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത കേസ് എനിക്കെതിരെ വരും എന്നുള്ളതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല. പോലീസ് സ്വമേധയാ കേസെടുത്തതാണ്. ഫെനി ഏറ്റവും മര്യാദയ്ക്ക്, ഞാൻ ഒരിക്കലും ഈ പരാതി കൊടുക്കുന്നവരെ അതിജീവിത എന്ന് വിളിക്കാറില്ല, പരാതിക്കാരി എന്ന് വിളിച്ചാൽ മതി. പരാതിക്കാരി എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. പരാതിക്കാരിയുടെ പരാതി ജെന്യുവിൻ ആണെന്ന് കോടതി കണ്ടെത്തിയാലേ ഇരയാകുകയുള്ളൂ, അല്ലെങ്കിൽ അതിജീവിതയാകുകയുള്ളൂ, മറ്റവൻ വേട്ടക്കാരനാകുകയുള്ളൂ. പക്ഷെ ഇപ്പൊ ഉദാഹരണം, ഉമ്മൻചാണ്ടി സാറ് വേട്ടക്കാരനല്ലല്ലോ. ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീ അതിജീവിതയല്ലല്ലോ. അപ്പോ നമുക്കറിയില്ല ആ പരാതിക്കാരി ജെനുവിൻ ആകാം, അല്ലാതാകാം. പക്ഷേ അതുകൊണ്ട് പരാതിക്കാരി എന്ന് പറയണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഫെനി പോലും ഒരു രാഷ്ട്രീയ മര്യാദ വെച്ച അതിജീവിത എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഈ പരാതിക്കാരിക്ക് വലിയ തിരിച്ചടിയാണ് ഫെനിയുടെ ഇടപെടലിൽ കിട്ടിയത്. യഥാർത്ഥത്തിൽ പരാതിക്കാരെ പോലീസാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ്, സ്റ്റേറ്റ് ആണ് മുമ്പോട്ട് ഇറക്കി കൊണ്ടുവരുന്നത് എന്ന് തെളിയിക്കുന്ന വലിയൊരു കാര്യമാണ്. പോലീസ് തന്നെ സുവമോട്ടോ ആയിട്ട് ഫെനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. എവിടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു? ചുമ്മാ പറയുക, എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതുപോലെ. അതായത് എനിക്കെതിരെ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടു എന്ന് ആദ്യം പറഞ്ഞു, അത് നിൽക്കില്ല എന്ന് കണ്ടു. ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞു, അത് നിൽക്കില്ല എന്ന് കണ്ടു. പിന്നാണ് അധിക്ഷേപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഫെനിക്കെതിരെ യഥാർത്ഥത്തിൽ അങ്ങനെ അധിക്ഷേപ പരാമർശം നടത്തി ഒക്കെയുള്ള 72(1) 79 IT ആക്ടിലെ 67 ഇട്ടിരിക്കുന്നത്. ജനുവരി 15 വൈകിട്ട് 8 മണിക്കാണ് ഒക്കറൻസ് എന്ന് പറയുന്ന കാര്യം ഇട്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ റിസീവ്ഡ് അറ്റ് PS, ഇന്നലെ രാത്രി 10:30 ഇൻഫർമേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത്. പോലീസ് സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ഫെനി ഇനിയും കുറച്ചു ദിവസം നിയമപോരാട്ടത്തിന്റെ പാതയിൽ പോകേണ്ടി വരും. പക്ഷെ ഫെനിയെ പോലുള്ള ഒരാളെ കുറിച്ച് ലിജോ എറയിൽ നല്ല രസകരമായ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് കാണേണ്ട ഒരു പോസ്റ്റാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം കാണേണ്ട ഒരു പോസ്റ്റാണ് ഈ ചെറുപ്പക്കാരനെ കുറിച്ച്, ഫെനിയെ കുറിച്ച്. രാഹുൽ നിയമത്തിന്റെ മുമ്പിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ നിയമവും കാലവും തെളിയിക്കട്ടെ. പക്ഷെ മോനെ ഫെനി, കഷ്ടകാലത്തിന്റെ ലക്ഷണം കാണുമ്പോഴേ ഇട്ടിട്ടോടിപ്പോകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ഈ കാലത്ത് നിന്നെ പോലുള്ള ഒരു സുഹൃത്ത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണ്. ഫെനിക്ക് വലിയൊരു സല്യൂട്ട്. നിലനിൽപ്പല്ല നിലപാടാണ് എന്ന് കാണിച്ചു തന്നവൻ അവനാണ് ഫെനി. നിലനിൽപ്പല്ല, സ്വന്തം നിലനിൽപ്പല്ല, സത്യത്തിന് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് കാണിച്ചു തന്ന ഫെനി നയനാന് വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നു. ഫെനി അതിശക്തമായി പോരാടണം. ഫെനി ചിലപ്പോൾ 2-3 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. പോലീസുകാർക്ക് നമ്മുടെ നാട്ടിൽ ആരെയും കൊടുക്കാൻ എളുപ്പമാണ്, അതിന് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ഏതെങ്കിലും വകുപ്പുകൾ വെച്ച് ആരെയും കൊടുക്കാം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും കൊടുക്കാം. അങ്ങനെയാണ് കന്യാസ്ത്രീമാരെ കൊടുക്കുന്നത്, അങ്ങനെയാണ് ജേർണലിസ്റ്റുകളെ കൊടുക്കുന്നത്, അങ്ങനെയാണ് മുഹമ്മദ് സുബൈറിനെ കൊടുക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, അതിന് വലിയ ക്രെഡിറ്റ് ഒന്നും ആരും കാണരുത്. അതായത് ഏത് ഭരണകൂടം വന്നാലും, CPM-ന്റെ ആൾക്കാർ വന്നാൽ CPM-ന്റെ രാഷ്ട്രീയ ശത്രുക്കളെ ചെയ്യാം, കോൺഗ്രസിന്റെ ആൾക്കാർ വന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശത്രുക്കളെ ചെയ്യാം, BJP-യുടെ ആൾക്കാർ വന്നാൽ BJP-യുടെ രാഷ്ട്രീയ ശത്രുക്കളെ ചെയ്യാം. അതുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുന്നത് വലിയ മെറിറ്റ് ആയിട്ടൊന്നും ആരും എടുക്കരുത്. അതൊരു വിജയമാണ്, സ്ത്രീപക്ഷ പോരാട്ടമാണെന്നൊന്നും പറയരുത്. യഥാർത്ഥത്തിൽ ഫെനി ഇന്നലെ പൊളിച്ചു കൊടുത്തതിന്റെ ദേഷ്യം ഫെനിയോട് തീർക്കുകയാണ്. ഫെനിയുടെ ചാറ്റുകൾ അതിശക്തമായ രീതിയിൽ ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ രാഹുലിന് ജാമ്യം കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടെ ചെയ്യാം. ഫെനിക്കെതിരെ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് 72(1) അൺഓതറൈസ്ഡ് ഡിസ്ക്ലോസർ ഓഫ് എ വിക്ടിം ഐഡന്റിറ്റി, ഇതാണ് ഇൻ എ സീരിയസ് ഒഫൻസ്. അതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫെനി ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ആ പോസ്റ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാകും അതിജീവിത എന്ന പേര് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ജസ്റ്റർ, സൗണ്ട് ഓർ ആക്ട് ഇന്റൻഡഡ് ടു ഇൻസൾട്ട് ദി വുമൻസ് മോഡസ്റ്റി. സ്ത്രീ, അതായത് വുമൻസ് മോഡസ്റ്റി ആണ്. സ്ത്രീകളെ എന്താ പറയണേ, സ്ത്രീത്വത്തെ അപമാനിച്ചു. വെറുതെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഇടാൻ കഴിയുന്ന വേഗമായിട്ടുള്ള വകുപ്പാണ്. വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് ഫിനി ചെയ്തിരിക്കുന്നത്. ഈ അവസരത്തിൽ ഫിനിയെ പോലുള്ള പോരാളികൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. ഫിനി ആകട്ടെ, ശ്രീനെ ആകട്ടെ, മുമ്പ് സന്ദീപ് ഭാരതി ആകട്ടെ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഓരോരുത്തരും ഓർക്കേണ്ടത് അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. അത് നമ്മുടെ നാളെ ശ്രീ മുകേഷ് ആണെങ്കിലും, നമ്മുടെ കോൺഗ്രസിന്റെ എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും, ശ്രീ സുരേഷ് ഗോപി ആണെങ്കിലും, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഷ്ട്രീയമല്ല, സത്യമാണ് പ്രധാനം.
പരാതിക്കാരിയുടെ വോയിസ് മെസ്സേജും അപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല. കാര്യം നമ്മൾ കൊടുത്താൽ അത് നമ്മൾ ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയും. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക ആദ്യ കേസിലെ പരാതിക്കാരിയുമായിട്ടിരിക്കുന്ന ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ ഇട്ടു. അതായത് അവരുടെ ഫോട്ടോ അടക്കം ഇട്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ? ശരിയാണെന്ന് പറയുന്നുണ്ടോ? ശരിയല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അനീതിയും ഇരട്ടത്താപ്പ്. നീതി കിട്ടുമെന്ന് വിചാരിക്കരുത്. കോടതിയിൽ തന്നെ പോകണം. കോടതിയിൽ പോയാൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കൂ. അതുകൊണ്ട് ശക്തമായി ഫെനി പോരാടണം. ഫെനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പോൾ മേൽക്കോടതികളിലേക്ക് പോകേണ്ടി വരുമായിരിക്കാം ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടൊക്കെ. കാര്യം മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് മേൽക്കോടതിയിൽ പോട്ടെ. രാഹുലിന് വേണ്ടി പോരാടുന്നത് നമ്മൾ രാഹുലിന് വേണ്ടി പോരാട്ടം മാത്രമല്ല, നമ്മുടെ മകനെ, നമ്മുടെ അച്ഛനെ, നമ്മുടെ സഹോദരനെ കള്ളക്കേസിൽ ജയിലിൽ പിടിച്ച് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അങ്ങനെ സത്യത്തിന് വേണ്ടി പോരാടുന്ന നമ്മുടെ സന്ദീപ് വാര്യടക്കം, ശ്രീനെ അടക്കം, ഫെനി അടക്കമുള്ള വലിയൊരു നേതാക്കൾക്ക് വലിയ സല്യൂട്ട്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്.